നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ച പെൻഷൻ്റെ ബാക്കി, അതായത് കേന്ദ്ര സർക്കാർ നൽകുന്ന 200 രൂപ പല ആളുകൾക്കും കിട്ടാനുണ്ട്. അത് 3 മാസത്തെ ഗഡുക്കളായിട്ട് തന്നെ കിട്ടാനുണ്ട്. അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ ചർച്ച ചെയ്യുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകളും പുതിയ നിർദ്ദേശങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. പല ആളുകളും കമൻറ്റുകളിലും മറ്റും ചോദിച്ച വിഷയമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ബാക്കി എപ്പോഴാണ് അക്കൗണ്ടിൽ കയറുക, അതിനെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള പല കാര്യങ്ങളും. പല ആളുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്തിൽ നേരിട്ട് പോയി അന്വേഷിക്കുകയും അതുപോലെ തന്നെ അക്ഷയ ഓൺലൈൻ സെൻ്ററുകളെല്ലാം ഈ ഒരു കാര്യത്തിന് വേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ. ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഇപ്പോൾ വരാത്തത്. അത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കേരള സർക്കാരിൻ്റെ 1300 അല്ലെങ്കിൽ 1400 രൂപ ലഭിച്ച ആളുകൾ പ്രത്യേകിച്ചൊരു കാര്യവും ചെയ്യേണ്ടതില്ല. അവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ ഇലക്ഷൻ്റെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമായതുകൊണ്ടാണ് ഇപ്പോൾ വരാൻ വൈകുന്നത്. എന്നിരുന്നാലും ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ ഫണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഈ ഒരു മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റോ ഈ ബാക്കിയുള്ള എമൗണ്ടുകൾ അക്കൗണ്ടിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അതിന് പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യേണ്ടതില്ല. പല ആളുകളും പഞ്ചായത്തിലും അല്ലെങ്കിൽ അക്ഷയകളിലെല്ലാം നേരിട്ട് ചെന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യവുമില്ല. കേരള സർക്കാരിൻ്റെ 1300 രൂപ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതും വൈകാതെ തന്നെയും ബാക്കി 300 രൂപയും അക്കൗണ്ടിലെത്തും. ഇതുവരെ കേരള സർക്കാരിൻ്റെ പണം എത്താത്ത ആളുകൾ മാത്രമാണ് എന്തുകൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തെന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടത്. പല ആളുകൾക്കും പെൻഷൻ എത്തുന്നില്ല. അങ്ങനത്തെ ആളുകൾ എന്തുകൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തെന്നുള്ള കാര്യം അന്വേഷിക്കുക. അത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കാത്തത് മാത്രം അന്വേഷിക്കേണ്ട കാര്യമില്ല. കേരള സർക്കാരിൻ്റെ പെൻഷനും കൂട്ടി വരാത്ത ആളുകൾ മാത്രമാണ് അന്വേഷിക്കേണ്ടത്. പലർക്കും പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ വരാത്തതുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ വരാത്തത്. വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ പല ആളുകളും മസ്റ്റിങ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വീട്ടിൽ AC അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്, സ്വന്തമായി വാഹനം, 2 ഏക്കറിൽ മേലെ ഭൂമി, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വരാതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ്. പുനർവിവാഹിതയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് പല ആളുകളും സമർപ്പിച്ചിട്ടില്ല. സമർപ്പിച്ച പല ആളുകളും പഞ്ചായത്തിൽ അത് പഞ്ചായത്ത് കറക്റ്റ് സമയത്ത് അത് അപ്ലോഡ് ചെയ്തിട്ടുമില്ലായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ വരാത്തിട്ടുള്ളത്. അല്ലാതെ കേരള സർക്കാരിൻ്റെ പെൻഷൻ വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് പെൻഷൻ കറക്റ്റ് സമയത്ത് തന്നെ വരുന്നതാണ്. ഇലക്ഷൻ്റെ പ്രത്യേക സാഹചര്യം മൂലമാണ് പെൻഷൻ വൈകുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.